JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കേരാഫെഡ് അസിസ്റ്റന്റ്, അപ്പെക്സ് സൊസൈറ്റി, LDC ഈ തസ്തികകളിലേക്ക് അപേക്ഷ സമർപ്പിച്ച ഉദ്യോഗാർത്ഥികൾക്കുള്ള റാങ്ക് ഫയൽ ലഭ്യമാണ്. റാങ്ക് ഫയൽ PDF ആയിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ള. ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ അയച്ചു നൽകുന്നതാണ്. ഇന്ന് നമ്മൾ 094/2023 27/6/2023 നടന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ആദ്യത്തെ 20 ക്വസ്റ്റ്യനുകളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ്. അതായത് ഈ ക്വസ്റ്റ്യനുകൾ ഉറപ്പായിട്ട് നമുക്ക് ഈ വരുന്ന പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക് അല്ലേ. മാച്ച് ദ ഫോളോയിങ്. എന്താണ് ഇനി പറയുന്നവ പൊരുത്തപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു സൈഡില് ഓരോ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിന്റെ സെക്ഷനും റൂളുകളും എല്ലാം തന്നെ മറു സൈഡിലും കൊടുത്തിട്ടുണ്ട്. അത് ഓരോന്നും തെറ്റായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അത് ഓരോന്നും കൃത്യമായിട്ട് ഉള്ള രീതിയിൽ എങ്ങനെയാണ് എന്നാണ് മാച്ച് ചെയ്യാനാണ് പൊരുത്തപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഓരോന്നും നോക്കാം അല്ലെ. ഡയറക്റ്റ് ഷെയർ ക്യാപിറ്റൽ പാർട്ടിസിപ്പേഷൻ ഓഫ് ഗവൺമെന്റ്സ് ഇൻ സൊസൈറ്റീസ്. അതായത് സർക്കാരിന്റെ സമൂഹത്തിലെ നേരിട്ടുള്ള ഓഹരി മൂലധന പങ്കാളിത്തം. അതിന്റെ ഏതാണ് അതിന്റെ സെക്ഷൻ വരുന്നത്? സെക്ഷൻ 42 ആണ് അതിന്റെ സെക്ഷൻ വരുന്നത് അല്ലെ. അടുത്തത് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് എന്ന് പറയുന്നത്. അതായത് ഈ ഗവൺമെന്റ് നൽകുന്ന പണം, ഒരു അപ്പെക്സ് സൊസൈറ്റി അത്തരം പണം ഉപയോഗിച്ച് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് എന്ന രീതിയിൽ ഒരു ഫണ്ട് രൂപീകരിക്കുന്നുണ്ട്. അതാണ് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട്. അത് വളരെ അധികം ഇമ്പോർട്ടന്റ് ആണ്. അത് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് നമ്മളോട് ചോദ്യം അല്ലാതെ തന്നെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതിന്റെ സെക്ഷൻ ഏതാണ് വരുന്നത്? സെക്ഷൻ 44 ആണ് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ടിന്റെ വരുന്നത്. അടുത്തത് ഇൻഡയറക്റ്റ് ഷെയർ ക്യാപിറ്റൽ പാർട്ടിസിപ്പേഷൻ ഓഫ് ഗവൺമെന്റ്സ് ഇൻ സൊസൈറ്റീസ്. അതായത് സർക്കാരിന്റെ സമൂഹത്തിലെ പരോക്ഷ ഓഹരി മൂലധന പങ്കാളിത്തം. അതിന്റെ ഏതാണ് സെക്ഷൻ വരുന്നത്? ഏതാണ് സെക്ഷൻ 43 ആണ് ഇൻഡയറക്റ്റ് ഷെയർ ക്യാപിറ്റൽ പാർട്ടിസിപ്പേഷൻ ഓഫ് ഗവൺമെന്റ്സ് ഇൻ സൊസൈറ്റീസ് വരുന്നത്. അടുത്തത് സബ്സിഡറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ടും സബ്സിഡറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ടും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് തന്നെയാണ് അത് പ്രത്യേകമായിട്ട് ഓർത്തിരിക്കാൻ വേണം. സബ്സിഡറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് ഏതാണ് സെക്ഷൻ 45 ആണ്. അപ്പോൾ എന്താണ് ഈ സബ്സിഡറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് എന്ന് പറയുന്നത്? പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് ഞാൻ പറഞ്ഞിരുന്നു. ആ ഫണ്ടിൽ നിന്ന് അപ്പെക്സ് സൊസൈറ്റി നൽകുന്ന പണം ഒരു സെൻട്രൽ സൊസൈറ്റി അത്തരം പണം ഉപയോഗിച്ച് സബ്സിഡറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് എന്ന് വിളിക്കപ്പെടുന്ന ഒരു ഫണ്ട് സ്ഥാപിക്കും. അതാണ് സബ്സിഡറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് എന്ന് പറയുന്നത്. അതിന്റെ സെക്ഷൻ ഏതാണ്? സെക്ഷൻ 45. അപ്പോൾ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ടിന്റെ സെക്ഷൻ 44 ആണ്. സബ്സിഡറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ടിന്റെ സെക്ഷൻ 45 ആണ്. അത് വളരെ എളുപ്പത്തിൽ നമുക്ക് പഠിക്കാൻ സാധിക്കും. അതുകൊണ്ട് അത് തൊട്ടടുത്ത് വരുന്ന സെക്ഷൻ ആയതുകൊണ്ട് പെട്ടെന്ന് ഓർത്തിരിക്കാം. അതുപോലെ തന്നെ ഡയറക്റ്റ് ഷെയർ ക്യാപിറ്റൽ പാർട്ടിസിപ്പേഷൻ ഓഫ് ഗവൺമെന്റ്സ് ഇൻ സൊസൈറ്റീസ്. അപ്പോൾ അതിന്റെ സെക്ഷൻ ഏതാണ്? സെക്ഷൻ 42 ആണ്. മൂന്നാമത്തേതായി ഇൻഡയറക്റ്റ് ഷെയർ ക്യാപിറ്റൽ പാർട്ടിസിപ്പേഷൻ ഓഫ് ഗവൺമെന്റ്സ് ഇൻ സൊസൈറ്റീസ്. അതിന്റെ സെക്ഷൻ ഏതാണ്? 43 ആണ്. അപ്പോൾ ഓരോന്നും നമുക്ക് മാച്ച് ദ ഫോളോയിങ് മനസ്സിലാവും. ഒന്നാമത്തേന്റെ സെക്ഷൻ ഏതാണ്? ഒന്നാമത്തേതിന്റെ A ആണ്, സെക്ഷൻ 42 ആണ്. രണ്ടാമത്തേതിന്റെ സെക്ഷൻ 44 ആണ്. മൂന്നാമത്തേതിന്റെ സെക്ഷൻ 43 ആണ്. നാലാമത്തേതിന്റെ സെക്ഷൻ 45 ആണ്. അതാണ് കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇത് കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ഇതിന്റെ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ടും സബ്സിഡറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ടും പ്രത്യേകം ഓർത്തിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തത് സ്റ്റേറ്റ് വിച്ച് ഓഫ് ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ് ആർ ട്രൂ. അതായത് നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരിയെന്ന് വ്യക്തമാക്കുക. ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? സെക്ഷൻ സ്റ്റേറ്റ്മെന്റ് ബി ആൻഡ് സി ഓൺലി ട്രൂ. സ്റ്റേറ്റ്മെന്റ് ബിയും സിയും മാത്രമാണ് ശരിയായിട്ടുള്ളത്. സ്റ്റേറ്റ്മെന്റ് ബി എന്താണ്? കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ ഹാവ് ബീൻ ഫോർമുലേറ്റഡ് ബൈ ICA. അതായത് ഈ സഹകരണ തത്വങ്ങൾ ICA രൂപപ്പെടുത്തിയിട്ടുണ്ട്. സി ഏതാണ്? ദ ഫസ്റ്റ് ഇന്ത്യൻ അപ്പോയിന്റഡ് ആസ് ചെയർമാൻ ഓഫ് ദ കമ്മിറ്റി ഓൺ റിഫോർമേഷൻ ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഈസ് DG കാർവേ. അതായത് ഈ സഹകരണ തത്വങ്ങളുടെ നവീകരണ സമിതിയുടെ ചെയർമാനായി
നിയമിതനായ ആദ്യ ഇന്ത്യക്കാരൻ DJ കാർവേ ആണ്. അപ്പോൾ ഈ ബിയും സിയും ആയിട്ടുള്ള ഈ രണ്ട് സ്റ്റേറ്റ്മെന്റുകളാണ് ശരിയായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ഡോക്ട്രിൻ ഓഫ് സർക്കംസ്റ്റാൻസസ് ഫോർമുലേറ്റഡ് ബൈ, അതായത് രൂപപ്പെടുത്തിയ സാഹചര്യങ്ങളുടെ സിദ്ധാന്തം ആരുടെയാണത്? റോബോട്ട് ഓവൻ ആണ്. റോബോട്ട് ഓവൻ അതിന്റെ റോബോട്ട് ഓവന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. എന്താണത്? റോബോട്ട് ഓവന്റെ ജനിച്ച സ്ഥലം ന്യൂട്ടൺ ആണ്. അതുപോലെ തന്നെ റോബോട്ട് ഓവന്റെ ജനന തീയതി പ്രത്യേകം ഓർത്തിരിക്കണം. 1771 മെയ് 14 റോബോട്ട് ഓവൻ ജനിച്ചത്. അപ്പോൾ സാധാരണയായിട്ട് ചോദിക്കാറുണ്ട് റോബോട്ട് ഓവന്റെ ജനന തീയതിയും അതുപോലെ സ്ഥലവും പ്രത്യേകമായിട്ട് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് 1771 മെയ് 14 ന്യൂടൗണിലാണ് റോബോട്ട് ഓവൻ ജനിച്ചത്. ഡോക്ട്രിൻ ഓഫ് സർക്കംസ്റ്റാൻസസ് ഫോർമുലേറ്റഡ് ബൈ റോബോട്ട് ഓവൻ ആണ്. അപ്പോൾ അത് പ്രത്യേകം ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ, അതായത് ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ശരി? ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ശരിയായിട്ടുള്ളത്. കോപ്പറേറ്റീവ് ഫ്ലാഗ് ഹാസ് 7 കളേഴ്സ്. സഹകരണ പതാകയ്ക്ക് 7 നിറങ്ങളുണ്ട്. അത് മാത്രമാണ് ശരിയായിട്ട് ഉള്ളത്. കോപ്പറേറ്റീവ് ഫ്ലാഗ് ഹാസ് 7 കളേഴ്സ്. അടുത്ത ക്വസ്റ്റ്യൻ, ഫൗണ്ടർ ഓഫ് ഫസ്റ്റ് കോപ്പറേറ്റീവ് ജേണൽ ദ കോഓപ്പറേറ്റർ, അതായത് ഫസ്റ്റ് കോപ്പറേറ്റീവ് ജേണലിന്റെ സ്ഥാപകൻ ദി കോപ്പറേറ്റർ, അതിന്റെ സ്ഥാപകൻ ആരാണ്? വില്യം കിങ് ആണ്. വില്യം കിങ്ങിന്റെ ജനന തീയതി 1786 മുതൽ 1865 വരെയാണ്. അത് പ്രത്യേകം ഓർത്തിരിക്കണം. 1786 മുതൽ 1865 വരെയാണ് വില്യം കിങ് ജീവിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെയാണ് ഫൗണ്ടർ ഓഫ് ഫസ്റ്റ് കോപ്പറേറ്റീവ് ജേണൽ ദ കോപ്പറേറ്റർ. ആരാണ്? വില്യം കിങ് ആണ്. 1786 മുതൽ 1865 വരെയാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, മാച്ച് ദ ഫോളോയിങ്, പൊരുത്തപ്പെടുത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹെഡ് ക്വാർട്ടേഴ്സ് ആണ് ഓരോന്നിന്റെയും ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓരോ ഹെഡ് ക്വാർട്ടേഴ്സും നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഫോളോയിങ് പൊരുത്തപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം തൊട്ട് നോക്കാം. ഒന്നാമത്തെ, ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് റബ്കോ. ഏതാണ് ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് റബ്കോ? കണ്ണൂരാണ് ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് റബ്കോ. അപ്പോൾ സി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. അടുത്ത്, ഹെഡ് ക്വാർട്ടർ ഓഫ് റബ്ബർ മാർക്ക്. അതിന്റെ ഹെഡ് ക്വാർട്ടർ ഓഫ് റബ്ബർ മാർക്ക് എവിടെയാണ്? കൊച്ചിനാണ് അല്ലെ? കൊച്ചിനോ? ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത്, ഹെഡ് ക്വാർട്ടർ ഓഫ് നബാർഡ്. നബാർഡിന്റെ ഹെഡ് ക്വാർട്ടർ എവിടെയാണ്? മുംബൈ ആണ് നബാർഡിന്റെ ഹെഡ് ക്വാർട്ടർ. അപ്പോൾ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത, ഹെഡ് ക്വാർട്ടർ ഓഫ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക്. അതിന്റെ ഹെഡ് ക്വാർട്ടർ എവിടെയാണ്? തിരുവനന്തപുരമാണ്. അപ്പോൾ ഡി ആണ് അതിന്റെ കറക്റ്റ് ആൻസർ. അപ്പോൾ ഹെഡ് ക്വാർട്ടർ ഓഫ് റബ്കോ സി ആണ്, അതായത് കണ്ണൂര്. ഹെഡ് ക്വാർട്ടർ ഓഫ് റബ്ബർ മാർക്ക് കൊച്ചിനാണ്. ഹെഡ് ക്വാർട്ടർ ഓഫ് നബാർഡ് മുംബൈ ആണ്. ഹെഡ് ക്വാർട്ടർ ഓഫ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക്, അതായതാണ് തിരുവനന്തപുരത്താണ് ഹെഡ് ക്വാർട്ടർ. അപ്പോൾ ഓരോന്നും കൃത്യമായിട്ട് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒന്നാമത്തേത് സി ആണ് കണ്ണൂര്, രണ്ടാമത്തേത് ബി ആണ് കൊച്ചിന്, മൂന്നാമത്തേത് മുംബൈ ആണ്, നാലാമത്തേത് തിരുവനന്തപുരമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, dash shall convene the first general body meeting within a period of dash from the date of registration. അതായത് രജിസ്ട്രേഷൻ തീയതി മുതൽ ഡാഷ് കാലയളവിനുള്ളിൽ ഡാഷ് ആദ്യത്തെ ജനറൽ ബോഡി യോഗം ചേരും. ആരാണ്? The chief promoter shall convene the first general body meeting within a period of 3 months from the date of registration. അതായത് ചീഫ് രജിസ്ട്രേഷൻ തീയതി മുതൽ 3 മാസത്തിനുള്ളിൽ ചീഫ് പ്രൊമോട്ടർ ആദ്യത്തെ ജനറൽ ബോഡി യോഗം ചേരും. അടുത്ത ക്വസ്റ്റ്യൻ, a society shall not admit any member within a period of dash days from the date of election, and the returning officer shall publish the list of eligible voters not less than dash days prior to the date of poll. അതായത് തെരഞ്ഞെടുപ്പ് തീയതി മുതൽ ഡാഷ് ദിവസത്തിനുള്ളിൽ ഒരു സൊസൈറ്റി
അംഗത്തെയും പ്രവേശിപ്പിക്കില്ല. കൂടാതെ റിട്ടേണിംഗ് ഓഫീസർ യോഗ്യരായ വോട്ടർമാരുടെ ലിസ്റ്റ് പോളിംഗ് തീയതിക്ക് ഡാഷ് ദിവസത്തിൽ കുറയാതെ പ്രസിദ്ധീകരിക്കും. ഏത് ദിവസത്തിൽ കുറയാതെ? 10 ദിവസത്തിൽ കുറയാതെ പ്രസിദ്ധീകരിക്കും. എ സൊസൈറ്റി ഷാൽ നോട്ട് അഡ്മിറ്റ് എനി മെമ്പർ വിത്തിൻ എ പീരീഡ് ഓഫ് 60 days from the date of election and the returning officer shall publish the list of eligible voters not less than dash days 10 days prior to the date of poll. അതായത് തെരഞ്ഞെടുപ്പ് തീയതി മുതൽ 60 ദിവസത്തിനുള്ളിൽ ഒരു സൊസൈറ്റി ഒരു അംഗത്തെയും പ്രവേശിപ്പിക്കില്ല. കൂടാതെ റിട്ടേണിംഗ് ഓഫീസർ യോഗ്യരായ വോട്ടർമാരുടെ ലിസ്റ്റ് പോളിംഗ് തീയതിക്ക് 10 ദിവസത്തിൽ കുറയാതെ പ്രസിദ്ധീകരിക്കും. അതായത് ഒരു സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമുണ്ട്. എ ക്ലാസ് ഷെയറുകാരാണ് വോട്ടേഴ്സിന് വോട്ട് ചെയ്യാൻ യോഗ്യതയുള്ളവര്. ബി ക്ലാസ് ഷെയറുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വോട്ട് ചെയ്യാൻ യോഗ്യത ഉണ്ടായിരിക്കില്ല. അപ്പോൾ എ ക്ലാസ് ഷെയറുകാർക്ക് ഐഡന്റിറ്റി കാർഡ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും വോട്ട് ചെയ്യുന്നതിന് ആവശ്യമായ കാര്യങ്ങളെല്ലാം തന്നെ സൊസൈറ്റിയിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഐഡി കാർഡ് ഉപയോഗിച്ചാണ് നമ്മൾ വോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ അതായത് ഈ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതിന് 60 ദിവസത്തിനുള്ളിൽ ഒരു സൊസൈറ്റിയിലേക്ക് ആരെയും എ ക്ലാസ് ഷെയർ കൊടുക്കില്ല എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. കൂടാതെ വോട്ടർമാർ ലിസ്റ്റ് പോളിംഗ് തീയതിക്ക് അതായത് ഇലക്ഷൻ തീയതിക്ക് 10 ദിവസത്തിനുള്ളിൽ കുറയാതെ പ്രസിദ്ധീകരിക്കുകയും ചെയ്യും. അതാരാണ് ചെയ്യുന്നത്? റിട്ടേണിംഗ് ഓഫീസറാണ്. ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ ഈ ജൂനിയർ ഇൻസ്പെക്ടറുടെ പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഞാൻ അതിന്റെ ജൂനിയർ ഇൻസ്പെക്ടറുടെ ജോലി എന്താണെന്ന് ഞാൻ ചോദിച്ചിരുന്നു. അപ്പൊ അതിൻ്റെ അകത്ത് റിട്ടേണിംഗ് ഓഫീസറായിട്ടും പ്രവർത്തിക്കേണ്ടി വരും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ റിട്ടേണിംഗ് ഓഫീസറായിട്ട് വരുന്നതും ജൂനിയർ ഇൻസ്പെക്ടർ പോലുള്ള തസ്തികകളിലേക്ക് വരുന്ന ഉദ്യോഗസ്ഥരാണ് റിട്ടേണിംഗ് ഓഫീസറായിട്ടും നിയമിതരാകുന്നത് എന്ന കാര്യം കൂടി നിങ്ങൾ ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. Representative general body, one member may be represented for every dash member and the maximum number of members in representative general body shall not exceed dash. അതായത് പ്രതിനിധി ജനറൽ ബോഡി ഓരോ ഡാഷ് അംഗത്തിനും ഒരംഗത്തെ പ്രതിനിധീകരിക്കാം. പ്രതിനിധി ജനറൽ ബോഡിയിലെ പരമാവധി അംഗങ്ങളുടെ എണ്ണം ഡാഷ് കുറയാൻ പാടില്ല. എത്രയിൽ കുറയാൻ പാടില്ല? 500ൽ കുറയാൻ പാടില്ല. അതായത് റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡി വൺ മെമ്പർ മേ ബി റെപ്രസെന്റഡ് ഫോർ എവറി 50 member and the maximum number of members representative general body shall not exceed 500. അതായത് ഒരു പ്രതിനിധി ജനറൽ ബോഡി അതായത് റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡിയിൽ ഓരോ 50 അംഗത്തിനും ഒരു അംഗത്തെ പ്രതിനിധീകരിക്കാം. അതുപോലെ തന്നെ പ്രതിനിധി ജനറൽ ബോഡി അതായത് റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡിയിലെ പരമാവധി അംഗങ്ങളുടെ എണ്ണം 500ൽ കവിയാൻ പാടില്ല. അതാണ് നിബന്ധന. അടുത്ത ക്വസ്റ്റ്യൻ. Whenever the managing committee of a cooperative society is under supersessions per section dash of Kerala Cooperative Societies Act 1969, the registrar can appoint an administrator or administrative committee of not more than dash individuals. അതായത് ഇപ്പോൾ 1969 കേരള കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് ഡാഷ് വകുപ്പ് പ്രകാരം ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മാനേജിംഗ് കമ്മിറ്റി സൂപ്പർ സെഷനുകൾക്ക് കീഴിലാണെങ്കിൽ രജിസ്ട്രാർക്ക് ഡാഷ് വ്യക്തികളുടെ കൂടാത്ത ഒരു അഡ്മിനിസ്ട്രേറ്ററെയോ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയോ നിയമിക്കാം. അതായത് ഒരു സഹകരണ സംഘത്തില് കോപ്പറേറ്റീവ് സൊസൈറ്റികളിലെ സംബന്ധിച്ചിടത്തോളം അതിന്റെ മാനേജിംഗ് കമ്മിറ്റിയാണ് അതിന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. മാനേജിംഗ് കമ്മിറ്റി സൂപ്പർ സെക്ഷനുകൾ വരികയാണെങ്കിൽ അങ്ങനെയുള്ള സമയങ്ങളിൽ രജിസ്ട്രാർക്ക് ഒരു അതായത് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയൊക്കെ ഇത്ര പേരിൽ കുറയാത്ത അവരെ നിയമിക്കാവുന്നതാണ്. ഈ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് കാരണം വെച്ചാൽ ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറുടെ ജോലി വരുന്നുണ്ട്. ഈ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയൊക്കെ ആയിട്ട് വരുന്നതൊക്കെ ആരാണ്? ജൂനിയർ ഇൻസ്പെക്ടർമാരെ പോലുള്ള ഉദ്യോഗസ്ഥരാണ് അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടൊക്കെ സൊസൈറ്റികളിൽ നിയമിതരാകുന്നത്. അപ്പോൾ ഇതിന്റെ ആൻസർ നോക്കാം. Whenever the managing committee of a cooperative society is under supersession per section 32 of Kerala Cooperative Society Act 1969, the registrar can appoint an administrator or administrating committee not more than 3 individuals. അടുത്ത ക്വസ്റ്റ്യൻ.
Every cooperative society shall file returns within a period of dash of the closure of every dash before the registrar. അതായത് ഈ ഓരോ ഡാഷ് അടച്ചുപൂട്ടിയതിന്റെ ഡാഷ് കാലയളവിനുള്ളിൽ എല്ലാ സഹകരണ സംഘവും രജിസ്ട്രാർ മുമ്പാകെ റിട്ടേണുകൾ ഫയൽ ചെയ്യണം. അതായത് ക്ലോഷർ ഷാൽ ഫയൽ റിട്ടേൺ വിത്തിൻ എ പീരീഡ് ഓഫ് ഏതാണ് 6 months of the closure of the financial year, closure of every financial year before the registrar. അതായത് രജിസ്ട്രാർക്ക് 6 മാസത്തിനുള്ളിൽ ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് റിട്ടേൺ ഫയലർ സൊസൈറ്റി എല്ലാ സൊസൈറ്റികളും ഫയൽ റിട്ടേൺസ് കാണിച്ചിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. റിട്ടേണുകൾ ഫയൽ ചെയ്തിരിക്കണം. അതാണ് every cooperative society shall file returns within a period of 6 months of the closure of every financial year before the registrar. അടുത്ത ക്വസ്റ്റ്യൻ. Representative General Body is constituted under section dash of Kerala Cooperative Societies Act. Representative General Body കോപ്പറേറ്റീവ് സെക്ഷൻ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിന്റെ സെക്ഷൻ ഡാഷ് പ്രകാരമാണ് റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡി രൂപീകരിച്ചിരിക്കുന്നത്. ഏത് സെക്ഷൻ ആണ്? സെക്ഷൻ 27(2) പ്രകാരമാണ് റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡി രൂപീകരിച്ചിരിക്കുന്നത്. റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡി ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് അണ്ടർ സെക്ഷൻ 27(2) ഓഫ് ദ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. A special general body meeting shall be called within a period of dash from the date of receipt of requisition from the dash. അതായത് ഡാഷിൽ നിന്ന് അപേക്ഷ സ്വീകരിച്ച തീയതി മുതൽ ഡാഷ് കാലയളവിലുള്ള ഒരു പ്രത്യേക ജനറൽ ബോഡി യോഗം വിളിക്കപ്പെടും. A special general body meeting shall be called within a period of 3 months from the date of receipt of requisition from the registrar. അതായത് ഈ രജിസ്ട്രാറിൽ നിന്ന് അപേക്ഷ സ്വീകരിച്ച തീയതി മുതൽ 3 മാസത്തിനുള്ളിൽ കാലയളവിനുള്ളിൽ ഒരു പ്രത്യേക ജനറൽ ബോഡി യോഗം വിളിക്കപ്പെടും. അടുത്ത ക്വസ്റ്റ്യൻ. ഡാഷ് ഈസ് ദ കോമ്പിറ്റന്റ് അതോറിറ്റി ടു റൈറ്റ് ഓഫ് വാർഡ് ഡെബ്റ്റ്സ് ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി. അതായത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ കിട്ടാക്കടങ്ങൾ എഴുതി തള്ളാനുള്ള യോഗ്യതയുള്ള അധികാരിയാണ് ജനറൽ ബോഡി. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ പല ഉദ്യോഗാർത്ഥികളും തെറ്റിച്ചെഴുതും മാനേജിംഗ് കമ്മിറ്റിയാണ് കിട്ടാക്കടങ്ങൾ എഴുതി തള്ളാനുള്ള ഫൈനൽ അതോറിറ്റി എന്ന് പലരും എഴുതാറുണ്ട്. പക്ഷേ അല്ല, ജനറൽ ബോഡിയാണ് എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കിയിരിക്കണം. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ കിട്ടാക്കടങ്ങൾ എഴുതി തള്ളാനുള്ള യോഗ്യതയുള്ള അധികാരിയാണ് ജനറൽ ബോഡി. ജനറൽ ബോഡി ഈസ് ദ കോമ്പീറ്റന്റ് അതോറിറ്റി ടു റൈറ്റ് ഓഫ് ബാഡ് ഡെബ്റ്റ്സ് ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി. അടുത്ത ക്വസ്റ്റ്യൻ. Closing stock given in trial balance of a cooperative society will shown in dash while preparing final accounts of society. അതായത് സൊസൈറ്റിയുടെ അന്തിമ അക്കൗണ്ടുകൾ തയ്യാറാക്കുമ്പോൾ ഒരു സഹകരണ സൊസൈറ്റിയുടെ ട്രയൽ ബാലൻസിൽ നൽകിയിരിക്കുന്ന ക്ലോസിംഗ് സ്റ്റോക്ക് ഡാഷിൽ കാണിക്കും. ഏതിൽ കാണിക്കും? ബാലൻസ് ഷീറ്റിൽ കാണിക്കും. ക്ലോസിംഗ് സ്റ്റോക്ക് given in trial balance of a cooperative society will shown in balance sheet while preparing final accounts of a society. അടുത്ത ക്വസ്റ്റ്യൻ. Auditor of joint stock company is appointed by dash while auditor of cooperative society is appointed by dash. അത് പ്രത്യേകം ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുടെ ഓഡിറ്ററെ നിയമിക്കുന്നത് ഡാഷ് ആണ്. അതുപോലെ തന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഓഡിറ്ററെ നിയമിക്കുന്നത് ഡാഷ് ആണ്. ആരാണ്? ഓഡിറ്റർ ഓഫ് എ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ഈസ് അപ്പോയിന്റഡ് ബൈ ആനുവൽ general body of a company, while auditor of cooperative society is appointed by cooperative registrar of cooperative society. Another question. A return maintained by auditor to record of queries made, replies furnished there against correspondence entered into observations made at the time of checking etc. is called. അതായത് ഈ നടത്തിയ ചോദ്യങ്ങൾ അതുപോലെ തന്നെ അതിനെതിരെ നൽകിയ മറ്റു മറുപടികൾ കടന്നു വന്ന കത്തിടപാടുകൾ പരിശോധിക്കുന്ന സമയത്ത് നടത്തിയ നിരീക്ഷണങ്ങൾ മുതലായവയുടെ രേഖകൾക്കായി ഓഡിറ്റർ പരിപാലിക്കുന്ന രേഖയെ ഡാഷ് എന്ന് വിളിക്കുന്നു. എന്താണ് വിളിക്കുന്നത്? ഓഡിറ്റ് നോട്ട് ബുക്ക് എന്ന് വിളിക്കുന്നു. A return maintained by auditor to record of queries made
replaced, furnished their against correspondence entered into observations made at the time of checking etc. is called audit notebook. അടുത്ത question. Dash is referred as a special purpose examination. അതായത് ഈ ഡാഷ് ഒരു പ്രത്യേക ഉദ്ദേശ പരീക്ഷയായി പരാമർശിക്കപ്പെടുന്നു. ഇൻവെസ്റ്റിഗേഷൻ ഈസ് റെഫേർഡ് ആസ് എ സ്പെഷ്യൽ പർപ്പസ് എക്സാമിനേഷൻ. ഇൻവെസ്റ്റിഗേഷൻ ഈസ് റെഫേർഡ് ആസ് എ സ്പെഷ്യൽ പർപ്പസ് എക്സാമിനേഷൻ. A clean audit report is an unqualified audit report. ഒരു clean audit report an unqualified audit report ആണ്. Cash book is a form of ledger. Cash book is form of ledger. എന്താണ് ledger? അക്കൗണ്ടുകളുടെ ഒരു ബണ്ടിൽ ലെഡ്ജർ എന്ന് അറിയപ്പെടുന്നു. അക്കൗണ്ടുകളുടെ ഒരു ബണ്ടിലാണ് ലെഡ്ജർ എന്നറിയപ്പെടുന്നത്. ക്യാഷ് ബുക്ക് ഈസ് എ ഫോം ഓഫ് ലെഡ്ജർ. അപ്പോൾ നമ്മൾ വളരെ പ്രധാനപ്പെട്ട 20 ക്വസ്റ്റ്യനുകളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത്. എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പരമാവധി എല്ലാവരിലേക്കും എത്തിച്ചോളൂ. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞ് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.